സ്ഥലവും വൈബും ഒരു രക്ഷയില്ല. കാരണം ചില യാത്രകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വേണം, എന്നാലും അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാനും നമ്മുടെ മെഹമുള്ളത് ഒരു കാടിനകത്താണ്. കാടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു ഘോരവനം ആ ഒരു സെറ്റപ്പല്ല, ഒരു ചെറിയൊരു കാട്, സിറ്റിയിൽ നിന്ന് ഒരു 50 കിലോമീറ്ററിൽ അകത്ത് വന്ന ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കിടിലൻ ഫ്രെയിം അതുമെല്ലാം കിട്ടുമെന്ന്. ഞാനിപ്പോൾ വന്ന വഴി ആ ഒരു വഴിയാണ് വന്നത്. കാരണം ആ ഒരു വഴി വന്ന് ഞാൻ നേരെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ആ അറ്റം വരെ ഇങ്ങനെ പോയി. പിന്നെ അവിടെ പോയപ്പോഴേക്കും ചെറുതായി ഡാർക്ക് അടിച്ചു. അപ്പോൾ തിരിച്ച് പോയി വണ്ടി വളച്ച് വണ്ടി ഇപ്പോൾ അവിടെ കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒരാളെ ഉള്ളൂ നമ്മളെ ലാലേട്ടൻ പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ്. എന്താ വെച്ചാൽ നിങ്ങളൊരു 10 യമഹ നിരത്തി വെച്ചിട്ട് നോക്കിയാൽ 10 ടൈപ്പായിരിക്കും. അതിപ്പോൾ നമ്മൾ എന്തോരം പൈസ കയറ്റി പണിത വണ്ടി ആയാലും ആ 10 ടൈപ്പായിരിക്കും. അല്ല, അതിൽ മെയിൻ തന്നെ പവർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തോരം അല്ലേ, നമ്മൾ എത്ര പൈസ കയറ്റിയിട്ട് നമ്മൾ എൻജിൻ പോർട്ട് ചെയ്ത് കാർബണേറ്റർ മാറ്റി ഫിൽറ്റർ മാറ്റി എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കുഴപ്പം എന്തെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. അല്ല, ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബൈക്കുകളിൽ കാണുന്ന ഏറ്റവും ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പോഴത്തെ വണ്ടികളെ അപേക്ഷിച്ചിട്ടാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ വണ്ടികൾ ഫുള്ള് മറ്റേ സെൻസറിനെല്ലാം. ഇപ്പോൾ നമ്മുടെ 390 ആയാലും ഏത് ബൈക്കായാലും ആ ഒരു ഫുള്ള് സെൻസറിലേക്കാണ് പോണത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിന് പാർട്ടിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് തന്നെയല്ല, സൈഡ് സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവാത്ത കുറേ ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നല്ല ഫീച്ചറാണ്, ഞാനത് കുറ്റം പറയണല്ലോ. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ അതായത് ചാകണ വരെ അങ്ങ് അറ്റത്ത് എത്തണ വരെ ഈ സാധനങ്ങൾ ഓടുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തിരുന്നൊരു പാട്ടൊക്കെ കേട്ട് വേറൊരു മൂഡിൽ ഇങ്ങിരിക്കരുത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ള ADV സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയനൊക്കെയാണ്, പിന്നെ ഹീറോക്കെയാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. പിന്നെ ഒരു സാധാരണക്കാരൻ്റെ ലെവലിലാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ ബൈക്ക് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആണെങ്കിൽ ഹിമാലയൻ ഉണ്ട്, KTM ആണെങ്കിൽ ഇപ്പോൾ ADV 250 390 ഉണ്ട്, പിന്നെ BMW ഉണ്ട്, GS എന്ന് പറയുമ്പോൾ ആ ഒരു 1250 ഉണ്ടാവും. അതൊരിക്കലും സാധാരണക്കാരന് പറ്റിയ ബൈക്കല്ല. പറ്റും, നമുക്ക് കഷ്ടപ്പെട്ട എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച BMൻ്റെ ആ ഒരു ചെറിയ ADV ആണ്, GSൻ്റെ തന്നെ. പിന്നെ ഉള്ളത് അല്ല, ഇപ്പോൾ ഹീറോനുണ്ട് നല്ലൊരു എക്സ്പൾസ്, ആ ഒരു സാധനം നല്ല ഭംഗിയാണ് ആ ഒരു ബൈക്ക് കാണാൻ. പിന്നെ ബജാജ് എനിക്ക് അത്രയും പ്രതീക്ഷയില്ലെങ്കിലും അവന്മാരും വിശ്വസിക്കാൻ പറ്റില്ല ആരെയും. കാരണം രാത്രി ചിലപ്പോൾ അവന്മാരും ഒരു സാധനം അങ്ങോട്ട് ലോഞ്ച് അങ്ങോട്ട് ചെയ്യും. പിന്നെ TVS ഭയങ്കര എന്താ പറയുക ബ്യൂട്ടിഫുൾ ഡിസൈനൊക്കെയാണ് ഇപ്പോൾ ഇറക്കണ എല്ലാ മോട്ടോർ സൈക്കിളിലും. അവരും ഡെഫിനറ്റ്ലി എന്തായാലും ഒരു ADV ഇറക്കും. പിന്നെ നമ്മുടെ ഹോണ്ട CRF ലോഞ്ച് ചെയ്യാണ്. പിന്നെ കവാസാക്കി ഇറക്കാൻ പോകുന്നൊരു സാധനം. അപ്പോൾ ഇതെല്ലാം വന്നാൽ ADV സെഗ്മെൻറ്റിൻ്റെ കളം തന്നെ അങ്ങോട്ട് മാറും കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു രീതി. പിന്നെ ഉള്ളത് രാജാവാണ് അല്ലേ. രാജാവിന് വരാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ യമഹ എന്നുള്ളൊരു സാധനം എന്തായാലും ഒരു സാധനം ഇറക്കും. പിന്നെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. യമഹ എന്തായാലും ഇറക്കുകയില്ലെന്ന് നോക്കാം. കാരണം ഇപ്പോൾ യമഹ 10R ഇറക്കിയത്, പക്ഷെ അത് നമുക്ക് അത്രയും അഫോർഡബിൾ അല്ല. പിന്നെ ഇവിടെ ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികം ഞാൻ കണ്ടിട്ടില്ല ആ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ. ഏതായാലും നോക്കാം, ഇറക്കുകയാണെങ്കിൽ ഒരു വെടിച്ചില്ലി സാധനം കൊണ്ട് ഇറക്കുവരി, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് തേക്ക് മരങ്ങളുടെ ഇടയിൽ പോയി കുറച്ച് നേരം കൂടി ഇരിക്കാം. അപ്പോൾ നല്ല കാറ്റുണ്ട്, ആ ഒരു മഴക്കാറ് ഇങ്ങനെ നിൽക്കണതുകൊണ്ട് ആ ഒരു വെയിലില്ല. അതുകൊണ്ട് തന്നെ അടിപൊളി ഒരു തണുത്ത കാറ്റാണ് ഈ ഒരു സ്ഥലത്ത് അടിക്കുന്നത്. അത് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒക്കെ ഒരു ഫീൽ വെച്ചാലേ നേരത്തെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റടിച്ച് അപ്പോൾ നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ കത്തേക്കിനെ കറക്റ്റായിട്ട് ഇങ്ങനെ തിങ്ങി അടിക്കണം തണുത്ത കാറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തേക്ക് മരങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് അങ്ങോട്ട് മെല്ലെ പോവാം.
പിന്നെ അങ്ങോട്ട് അകത്തേക്ക് കയറാനായിട്ട്. സ്ഥലവും വൈബും ഒരു രക്ഷയില്ല. കാരണം ചില യാത്രകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വേണം, എന്നാലും അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. വിചാരിച്ച പോലെ കിടിലൻ ഫ്രെയിമുകളൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ കിട്ടും. ഞാനും ഹാപ്പിയാണ്. നമ്മളങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ ബൈക്ക് നിർത്തിയിട്ട്, കാരണം ഞാൻ പെട്ടെന്നൊരു സാധനം കണ്ടപ്പോൾ പേടിച്ചു പോയി. പേടിക്കണമല്ല, എനിക്ക് എന്താ പറയുക, നമ്മുടെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചില ഫ്രെയിമുകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കൊരു നിഗൂഢ ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് എന്താ പറയുക, ഈ ഒരു സാധനം ഞാൻ ശരിക്കും പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ പോലെ ഇപ്പം പെട്ടെന്ന് ഞാൻ ആ സാധനം കാണിച്ചായിരുന്നു. ഞാൻ ഏതോ ഒരു വഴി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ബൈക്ക് ഇവിടെ വെച്ചു, ബൈക്ക് ആയി അവിടെ വെച്ചാണ്, പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇങ്ങോട്ട് വെച്ചു. പെട്ടെന്ന് ഈ ഒരു സ്ഥലം കണ്ട്. അത് ഈ ഒരു സ്ഥലം എന്താ പറയുക, ഒരു ആൽമരം, ഒരു ആൽത്തറ ഇങ്ങനെ, പക്ഷെ അത് ആൽമരം ഒന്നല്ല, അത് വേറെ എന്തൊരു മരമാണ്. പക്ഷെ ആ ഒരു കല്ലൊക്കെ ഉണ്ട് അതേപോലത്തെ. അപ്പോൾ ആ ഒരു കല്ല് കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനെ വിഷ്വൽ ചെയ്യുമെല്ലാം. ഇപ്പോൾ അവിടെ ഒരു ആണിയുണ്ട്, അതും ഒരു പ്രേതമുണ്ട്. ആ ഒരു പ്രേതം നമ്മളെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്ത് വേറെ ആരുമില്ല. അപ്പോൾ കുറച്ച് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിയുമ്പോൾ പെട്ടെന്ന് പ്രേതം വന്ന് ബാക്കിൽ നിൽക്കണം. എനിക്ക് ആ ഒരു ഫീലൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. എന്തായാലും ഓരോരോ പ്രാന്തുകൾ. അപ്പോൾ നേരത്തെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു നിഗൂഢമായ ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ഇങ്ങനെ മരം നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. കാരണം ഒരു 50 കിലോമീറ്ററിൽ താഴെ മാത്രം വരുന്നുള്ളൂ ഈ ഒരു ലൊക്കേഷൻ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വരാം, കപ്പിൾസായിട്ട് വരാൻ ഞാൻ അധികം അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് റിമോട്ട് ഏരിയയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അവിടുത്തെ ലോക്കൽസും കാര്യങ്ങളും അവരുടെയൊക്കെ ഒരു മൈൻഡൊക്കെ എന്തായിരിക്കുന്നത്. പിന്നെ വരാൻ പറ്റിയത് സോളോ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കുറേ തോന്നലും ചിന്തകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വഴി ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് കറങ്ങി കിടക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലം എന്തോ ഒരു ഭയങ്കര വലിയ ഡെവലപ്മെൻ്റൊക്കെ മുന്നിൽ കണ്ട് ചെയ്താണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് തോന്നുന്നു. ഒരു ഷോപ്പ് പോലത്തെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടത്. വന്ന വഴികൾ കണ്ടില്ലേ, കിടക്ക് ഡാർക്ക് അടിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ. എല്ലാ പുലിയൊക്കെ വരുമോ ആ ഒരു ഫീലൊക്കെ. പക്ഷെ അത് രസമാണ്. പക്ഷെ നല്ല ഒരു പരിധി വരെയും അത് രസമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണ്. ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഡേഞ്ചർ സ്ഥലത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ടെമ്പിൾ കണ്ടായിരുന്നു, അവിടെ ഉണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൃഗങ്ങൾ ഇല്ലായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കണം. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു മൈൻഡും നമ്മുടെ ഒരു വിശ്വാസമാണ് ഇല്ല എന്നുള്ളൊരു സാധനം. പിന്നെ ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാൽ സൂര്യൻ വന്നു നമുക്ക് മെല്ലെ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്തെ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കൂട്ടി സെറ്റപ്പ് അവിടെ എന്താണെന്നറിയില്ല. ബിയറും കുപ്പി അല്ല, സ്വാഭാവികം അത്. കാരണം ഞാൻ നേരത്തെ ആ ഒരു സ്പോട്ടിൽ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പോട്ടിൽ ഞാൻ തിരിച്ചു പോയി. കാരണം നമുക്കറിയില്ല എന്താണ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്നൊക്കെ. അതുകൊണ്ട് മെല്ലെ ബൈക്ക് എടുത്ത് പോയതാണ്. ഒരു പൊളിഞ്ഞൊരു പാലമുണ്ട്, കൽപ്പടവുകൾ. നദി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പക്ഷേ ഇവിടെ എന്താ പറയുക വലിയൊരു കുളം സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നുമില്ല. ശരിക്കും ഒരു കിട്ടിലൊരു കാട് പോലെ ഇരിപ്പുണ്ട്. അല്ല, അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എനിക്ക് ഇന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ചെറുതായി നൈസിലൊന്ന് പേടിച്ചിട്ട്, സത്യം പറഞ്ഞാൽ നൈസായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സ്പോട്ടും ഈ ഒരു സ്ഥലവും ഈ ഒരു എന്താ പറയുക ആംബിയൻസും, കാരണം വേറെ ആരും ഇല്ല.
പിന്നെ വല്ല പുലികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തായാലും ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വല്ലതും വന്നാലും ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോഴായാലും ജസ്റ്റ് ഒന്ന് നോക്കും, ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും ബാക്കിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി. പിന്നെ പോയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ കണ്ണടക്കുമ്പോൾ കിട്ടുന്നത് കുറച്ച് അടിപൊളി ഫ്രെയിമുകളൊക്കെ ആയിരിക്കും. ഹാപ്പി. നമുക്ക് എന്തായാലും ഈ ഒരു നിഗൂഢ സ്ഥലത്ത് നമുക്ക് എന്തായാലും ഇറങ്ങാം. കാരണം ഈ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ വിളിക്കുകയുള്ളൂ, കാരണം അത്രയും എനിക്കെന്തോ ഒരു സാധനം മടിച്ച് ഇവിടെ വന്നിട്ട്. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കിടിലൻ യാത്രകളും നമ്മുടെ യമഹ വിശേഷങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.